അപ്പം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും രാവിലെ എണീറ്റ് നടന്നില്ല. ഇന്നലെ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടിട്ട് ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി ഉണ്ടാവും. ശരിക്കും ടൈം കിട്ടിയില്ല. പിന്നെ രാവിലെ നേരം വൈകി എണീറ്റ് പോയി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് പുറത്ത് പോകുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് മാമൻ വന്നിട്ട് പറഞ്ഞു മാമനെന്ത് അർജൻറ്റായിട്ട് പോകാനുണ്ട്. വേറെ അടുത്ത മൂത്ത മാമന് മിലിറ്ററിയിൽ മൂപ്പരാണ് ഇവിടെ നിൽക്കല് ഷോപ്പിൽ. മൂപ്പർക്ക് എന്തോ കാലിന് വയ്യ, അതുകൊണ്ട് വരാൻ പറ്റൂല. അപ്പം ഞാൻ തൽക്കാലം ഒന്ന് കുറച്ച് നേരം നിന്നാൽ ഒരു ഉച്ചവരെ ഉണ്ടാവില്ലായിരിക്കും. ഇത്തിരി നേരം വന്ന് നിന്നാൽ മതി. ഇപ്പം ഇവിടെ പെട്ടിരിക്കുകയാണ്. ഇവിടെ ഷോപ്പിൽ നോക്കി നിൽക്കണം. മാമൻ്റെ ഫ്രൂട്ട്സ് കടയാണ് ഇതിപ്പം. താൽക്കാലിക ഹോൾസെയിൽ. മൂപ്പർക്ക് മാനന്തവാടിയിൽ കുറേ ഷോപ്സ് ഉണ്ട്, പിന്നെ അവരുടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ സ്റ്റക്കാണ് എന്തായാലും. ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം 1:50 ടൈമിന് ഫുഡ് കഴിക്കാൻ പോകാൻ മാമനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ അങ്ങിരുന്നതാണ്. കുറേ ലാബ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ടോ വാങ്ങിപ്പോയി. ഫ്രൂട്ട്സ് നിറച്ച് ഫ്രൂട്ട്സ് എല്ലാം സെറ്റാണ്. ഇനി വീട്ടിൽ പോയിട്ട് ഇപ്പം മാമൻ വരും. വന്നിട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഇപ്പോൾ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിലാണ് വന്നത്. ഇതാണ് സ്ഥലം, അത് വീട് ഇങ്ങനെ ഈ റോഡിൽ കൂടെ മുകളിലോട്ടേക്ക്. അതാണ് ഞാൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. ഈ റൂട്ടിനങ്ങ് കുറച്ച് പോയാൽ അവിടെ നിന്ന് മലൻ്റെ ഒന്നും മുകളിൽ കയറാൻ പറ്റില്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമുക്ക് മാക്സിമം എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അന്ന് വൈകുന്നേരം ഇപ്പം 3:30 കഴിഞ്ഞ് മാമൻ വരാൻ കുറച്ച് ലേറ്റായി. ഇപ്പോൾ വീട്ടിലേക്ക് പോകാം. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. കാർ ഇവിടെ വെച്ചിട്ടുണ്ട്. മാമൻ ബുള്ളറ്റിലാണ് വന്നത്. സെറ്റ്. ഗൈസ്, അപ്പോൾ നമ്മൾ സ്ഥലം കാണാൻ ഇറങ്ങി. 2 കാറും കൊണ്ടാണ് വന്നത്. ഒന്നത് പിന്നെ ഇയോൺ അവിടെ നിർത്തിയിട്ടുണ്ട്. 2 കാറും കൊണ്ട് വന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. സ്ഥലം എന്താ, എൻ്റെ വീട്ടിൽ നിന്ന് തികച്ച് 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ അത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ട് പോയൊക്കെ എല്ലാവരും ഇതാ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചെറിയ ഷോട്ടുകൾ എടുക്കാൻ പോയതാണ്. നോക്കാം. എല്ലാവരും പോകുന്നുണ്ട് ഗൈസ്. അവർക്കൊക്കെ ഫോട്ടോ വേണം. വ്യൂ വന്നിട്ട് നോക്ക്. ഇത് ഫുള്ള് റോഡ് ഇങ്ങനെ അങ്ങ് പോയാൽ വേറെ സ്ഥലത്തെത്താൻ പറ്റും. ഇവിടുന്ന് ഇതാ ആ വളവ് കഴിഞ്ഞാൽ കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മളെ വീടിൻ്റെ അവിടേക്ക്. ഇറങ്ങാൻ ഇത്തിരി ലേറ്റായി പോയി. വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ 2 കാർ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും റെഡി. അപ്പോൾ എല്ലാവർക്കും മേക്കപ്പ് ഇടണം. ഫോട്ടോഷൂട്ടല്ലേ, മേക്കപ്പ് ഇടണം. ഇത് ലേറ്റാക്കി ഇറക്കി. നമ്മൾ വിചാരിച്ചത്ര ലൈറ്റും കാര്യങ്ങളും ഇല്ല, എന്നാലും ഒപ്പിക്കാം, സെറ്റാക്കി നോക്കാം എന്തായാലും. ആൾക്കാരെ ഒരു ഹായ് പറയോ? അതാ ശുണ്ടാപ്പി, തുട്ടാപ്പി, തുക്കുടു, നുനൂസ്, പൊന്നൂസ്, ഞമ്മൾ അടുത്ത് ആർക്കേലും വ്ളോഗിൽ തല കാണിക്കാൻ താല്പര്യമുണ്ടോ? വ്ളോഗിൽ തല കാണിക്കാൻ താല്പര്യമുണ്ടോ? യൂട്യൂബിൽ വരുവേ. അന്നൊക്കെ കിട്ടിയടാ. റോഷൻ ഹായ് പറ, ക്യാമറയിൽ ഹായ് പറ. ഹായ്. ആ ഇനി ഹായ് ഭാഗത്തല്ല നടക്കുന്നുണ്ട്.
ആ കൊന്നൂസ് നൂനൂസ് എനിക്കുണ്ട് ഒക്കെ കാണിച്ചു തരാ. ഇത് കേട്ടോ, ഇതിലൊന്നും പറയാൻ പറ്റൂല. നമുക്ക് സെൽഫി വേണോ? ഓ ഇങ്ങക്കൊക്കെ എടുത്തുതരാം. ന്യൂനൂസിന് നല്ല രസമല്ല എടുത്തുതരാം. ആ അതൊക്കെ സെറ്റാക്കാം. വ്യൂ ആ എന്നാലും നമുക്ക് കുറച്ച് പിക്ക് എടുത്തിട്ട് കാണാം. അപ്പോൾ ഫോട്ടോഷൂട്ട് എടുത്ത് രാത്രി ഇനി ഫോട്ടോ ഒന്നും കിട്ടൂല. ഓരോ ഫോട്ടോ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സിനിമാറ്റിക്കിനുള്ള സംഭവം കിട്ടിയില്ല. പക്ഷെ കുറേ കിട്ടി ഉള്ള ആഡ് ചെയ്യാം. ഇല്ല നടന്നു വന്ന് ഇനി വീട്ടിൽ പോകണം. പറ്റുകയാണെങ്കിൽ പകുതി ടീംസിനെ ഇറക്കിയിട്ട് താല്പര്യമുള്ളവർ മാത്രം പോകാൻ പറ്റുമെങ്കിൽ പോയേക്കാം. എവിടേക്കെങ്കിലും ഈ ടൈമിൽ പോകാൻ പറ്റുന്നു. ഇപ്പോൾ ഫുള്ള് രാത്രിയായി. നല്ല രസമുള്ള സ്ഥലമായിരുന്നു. ഇതല്ല ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ച സ്ഥലം വേറെ ആയിരുന്നു. പക്ഷേ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി കയറില്ല, കുറേ ദൂരം നടക്കും വേണം. ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്, നേരത്തെ കണ്ടില്ലേ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങനെ പോവാം. ഈ റൂട്ടിൽ KSRTC പോവും. നല്ലൊരു വ്യൂ ആയിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഹലോ, ഇതൊക്കെ ഇതിൽ കുടുങ്ങുവേ? മദ്രസ അല്ല ഇതിൽ കുടുങ്ങുവേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ വർത്താനം കുറച്ച് കുറയുമല്ലോ. അവിടെ ഒരു ടീം ഫ്രണ്ട് പോകുന്നുണ്ട്. ആൽഫ ടീം എന്നൊക്കെ വേണം പറയാ. ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടാ? ഇങ്ങോട്ട് അനക്ക് തിന്ന അല്ല അമ്മക്ക് താല്പര്യം ഉണ്ടോ മറ്റേ ഫ്രൈഡ് തിന്നാന്? ലോഡഡ് ഫ്രൈസ് തിന്നണോ? അത് തിന്നാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി, ഇല്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതോ 1 2 നമുക്ക് വേണോ? സദാം ആണോ? വേണം. അസ്വാമി അഭിനയൊന്നുമില്ല അതിൽ. ഒള്ളി റിയൽ ലൈഫ്, നോ അഭിനയം പാടില്ല. അഭിനയിച്ച പിന്നെ എന്താ വ്യത്യാസം ബാക്കിയുള്ളവർ? നമ്മള് ഇവർക്ക് ലോഡ് ഓഫ് ഫ്രൈസ് തിന്നാൻ പോയിരുന്നോ? റോഡ് കൊടുത്ത് കയറുന്നത് ഏത് പീസല്ല. ടിപ്പിക്കൽസ്. ഓ ഇവിടെ നല്ലൊരു പിക്കിനുള്ള ഞാൻ കാണുന്നുണ്ട്. ഇതിന്റെ മുകളിൽ കയറി ഇരിക്കാൻ പറ്റുന്നവര് കയറി ഇരുന്ന് നല്ല രസത്തിൽ ഫോട്ടോ എടുത്തു തരാം. എന്നാ പോവല്ലേ? തിന്നുന്നുണ്ടോ? തിന്നുന്നില്ലേ? ഓൽക്ക് ലൗഡർ ഫ്രൈസ് വേണമെന്ന്. അതന്നെ, ഇന്റെ പൈസ ഒന്നും ഇല്ല കേട്ടോ. ഇന്റെ പൈസ നോക്കിയിരിക്കണ. നിങ്ങക്ക് തിന്നണ നിങ്ങള് പൈസ ഇറക്കുക. 10 രൂപ. 10 രൂപക്ക് നമുക്ക് ലൈസ് വാങ്ങി തിന്നാം. കേറി വണ്ടി കയറി. അതാ ലൈസും വാങ്ങാൻ പോകുന്നോല്. സൈഡ് എടുക്കണേ, വണ്ടി വരുവേ. അപ്പം ഇനി തിന്നാൻ പോകുന്നുണ്ടോ ഇല്ല അറിയില്ല. പോയേക്കാം. കാറെടുക്കണം. കാരണം നമ്മൾ വീട്ടിലേക്ക് പോകാം.
തുറക്കാണ്ട് കയറാൻ പറ്റൂല. അമ്മേ അതിൻ്റെടാ ഇവരെ കാണുന്നില്ല. ലൈറ്റ് ഓണാക്ക്. എന്നാലും കാണില്ല, ഫീസിനെ കാണുന്നുണ്ട്. ഇപ്പം ബാക്കി കാണാം. ഹലോ ഗൈസ്, ഇന്നലത്തെ കണ്ട എടുത്തോ ഓടിപ്പോവില്ലേ? ഹലോ ഗൈസ്, ഇതാണ് മിസ്റ്ററാണോ മിസ്സിഷാണോ? മിസ്റ്റർ ലൂണ. ഹലോ, ഇതിന്റെ അമ്മന്റെ പേര് ലുലുവോ? ലുലു ചത്തുപോയി. ആ ലൂണാപ്പി. അപ്പോൾ വീട്ടിലെത്തി. കുറേ പോവാന്ന് വിചാരിച്ചു, പോയില്ല. വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇമ്മ എങ്ങോട്ടേക്കോ വലിയപ്പനോട് തെറ്റിയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. കാറില്ലെങ്കിൽ നമുക്ക് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു പോയിട്ടുണ്ട്. പിന്നെ ഫുഡില്ല. പിന്നെ ചെറിയൊരു പ്ലാൻ ഉണ്ട്, സീക്രറ്റാണ്. രാവിലെ 5:30 ഉമ്മ പറഞ്ഞതാണ്. 5:30 ഞാനും ഉമ്മയും കസിനും കൂടി എങ്ങോട്ടോ പോകാൻ കറങ്ങി. രാവിലെ 5:30 ആകുമ്പോൾ രസം ഉണ്ടാവുമല്ലോ, അത് പറ്റിയാണ് എടുക്കാം. ഇപ്പം ഇന്നത്തെ വ്ളോഗിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ കൂടെ ഇതിടും, കുറച്ച് സിനിമാറ്റിക് എടുത്താണ് എഡിറ്റ് ചെയ്തിട്ട് രസം ഉണ്ടെങ്കിൽ മാത്രം ഇടും. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. അടുത്ത സെഷനിൽ കാണാം. ബൈ. ഫുഡ് കഴിക്കാനായിട്ടുണ്ട്. ഫുഡ് ഇവിടെ റെഡിയാണ്. മന്തി എന്നും പറയാൻ പറ്റില്ല, കബ്സാന്നും പറ്റില്ല, രണ്ടും കൂടി ഇല്ലാതാണ്. അപ്പം ഇനി ഇവിടുത്തെ വീട് ഫുള്ളൊന്ന് കാണിക്കാം. ചുറ്റുപാട് കാണിക്കാൻ പറ്റിയിട്ടില്ല, അവിടെ പോയിട്ടുള്ളൂ. അത് നാളെ രാവിലെ വ്ളോഗിലോ അല്ലെങ്കിൽ ഇന്ന് പറ്റുകയാണെങ്കിൽ എന്നോ സെറ്റാക്കാം. ബൈ ഗൈസ്. അപ്പം കുറേ നേരം 8:15 എന്തോ ടൈം ആയിട്ടുണ്ട്. ഒരു കുളി പാസ്സാക്കി. നല്ല തണുപ്പുണ്ടായിരുന്നു. നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ ഞങ്ങൾ വീട് നിൽക്കുന്നത് കുറച്ച് മലയോര മേഖലയിലായതുകൊണ്ട് തണുപ്പ് കുറച്ച് കൂടുതലാണ്. ഓക്കെ, തണുപ്പ് ഇഷ്ടമായതുകൊണ്ട് രാത്രി അങ്ങ് കുളിച്ച് പിന്നെ ഒരു ഫുഡ് മേടിച്ച്. മന്തി കബ്സ രണ്ടും അല്ല, അത് മിക്സ് ആയ പോലത്തെ ഒരു ഇതാണ്. മസാല കേട്ട് സെറ്റാക്കി ഫുഡ് മേടിച്ച്. ഇന്ന് ഞാൻ വിചാരിച്ച സ്ഥലത്തേക്കൊന്നുമല്ല പോയത്. ഞാൻ വിചാരിച്ച ഇവിടെ വീടിൻ്റെ മുകളിൽ നിന്ന് ഇവിടുന്ന് കാണാൻ തേയിലത്തോട്ടം എന്നൊക്കെ കാണാം. അവിടെ കുറച്ച് ഇതിൻ്റെ മുന്നേ പോയിട്ട് നല്ല പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ മറ്റേ മാമനും കൂടി എല്ലാവരും കൂടി കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് വേറെ സ്ഥലത്ത് പോയി. ഇവിടെ വണ്ടി കയറുന്നതിന് ബുദ്ധിമുട്ട്, നടക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഇവിടെ കയറി കുറച്ച് ഇതെടുത്ത് സിനിമാറ്റിക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്യാം. വലിയ രസമൊന്നുമില്ല, എന്നാലും മാക്സിമം നോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് ഫോട്ടോ എടുത്ത്. അധികം വ്ളോഗൊന്നും കിട്ടിയിട്ടില്ല. ഇന്നലത്തെ അതേ ഡ്യൂറേഷനാണ് ഇന്നും തോന്നുന്നു. ഇവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്ത് കുറേ ഷോട്ടുകളെടുത്ത്. അത്രയൊക്കെ തന്നെ ഇന്നുള്ളൂ. ഇനിയിപ്പോൾ നാളെ തിരിച്ചു പോകണം. നാളെ തിരിച്ച് കോഴിക്കോട് പോകണം. നാളെ പരിപാടി ഉള്ളതാണ്. മറ്റന്നാൾ കല്യാണത്തിൻ്റെ രാത്രി പരിപാടി ഉണ്ടല്ലോ, അത് നാളെയാണ്. അതിനെത്തണം. തിരുവമ്പാടി പോകണം, ഡ്രസ്സ് എടുക്കണം, പാക്ക് ചെയ്യണം, അടുത്ത സെറ്റ് പാക്ക് ചെയ്യണം. അവിടുന്ന് പിന്നെയും പള്ളിത്തായത്ത് വീട്ടിൽ പോയി കല്യാണ പരിപാടി കൂടി. അന്ന് അവിടെ സ്റ്റേ. പിറ്റേ ദിവസം കല്യാണം. അന്ന് ഫുള്ള് കല്യാണത്തിലായിരിക്കും. പിന്നെ അതിന് ശേഷം കോഴിക്കോട് പ്രൊജക്റ്റിനൊക്കെ പോകേണ്ട വേറെ പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടു. സ്ട്രേഞ്ചർ തിങ്സ് അടിപൊളി. 3 എപ്പിസോഡ് ഇറങ്ങിയത്. ഒരു ലാസ്റ്റത്തെ എപ്പിസോഡിൻ്റെ ഒരു അരമണിക്കൂർ ബാക്കിയുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കണ്ടു, ഉറങ്ങിപ്പോയി ഇന്നലെ. അടിപൊളി. ബാക്കിയും കൂടി ഇറങ്ങാൻ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നുമില്ല. അധികം നീട്ടൊന്നുമില്ലെന്ന് നേരത്തെ കട ഉറങ്ങാൻ നാളെ പോകാനുണ്ടായതുകൊണ്ട്. അപ്പം ബൈ ഗൈസ്.